മനഃശാസ്ത്രത്തിലെ ഉപമേഖലകളും ശാഖകളെക്കുറിച്ചുമാണ് ഇന്ന് സംസാരിക്കുന്നത്. മനഃശാസ്ത്രം താരതമ്യേന പുതിയൊരു ശാസ്ത്രശാഖയാണെങ്കിലും നിരവധി ഉപമേഖലകളും ശാഖകളും ഇതിനുണ്ട്. ഓരോ മേഖലയും മറ്റു പല മേഖലകളുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. മാത്രമല്ല, ഓരോ മേഖലയിലും നിരവധി ഉപവിഭാഗങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ചില മേഖലകളെക്കുറിച്ചും ചില ശാഖകളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. ആദ്യത്തേത് കൗൺസിലിംഗ് സൈക്കോളജിയാണ്. സാധാരണ വ്യക്തികൾ അഭിമുഖീകരിക്കുന്ന വിവിധ മാനസിക വൈകാരിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉതകുന്ന മാർഗങ്ങൾ അടങ്ങിയ മേഖലയാണ് കൗൺസിലിംഗ് സൈക്കോളജി. വൈകാരിക പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ, തൊഴിൽ പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, ലൈംഗിക പ്രശ്നങ്ങൾ തുടങ്ങിയവ പരിഹരിക്കുന്നതിന് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകൾ സഹായിക്കാറുണ്ട്. ചില മനഃശാസ്ത്ര ടെസ്റ്റുകളും പരീക്ഷണങ്ങളും ഉപയോഗപ്പെടുത്താറുണ്ട്. മറ്റു ചിലർ പ്രശ്നപരിഹാരത്തിന് കൗൺസിലിംഗിന് പുറമെ മനഃശാസ്ത്ര ചികിത്സയും ഉപയോഗപ്പെടുത്താറുണ്ട്. അടുത്തതായി എഡ്യൂക്കേഷണൽ സൈക്കോളജി. മനഃശാസ്ത്ര തത്വങ്ങളും സിദ്ധാന്തങ്ങളും വിദ്യാഭ്യാസ രംഗത്ത് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റുകൾ പ്രതിപാദിക്കുന്നു. എഡ്യൂക്കേഷണൽ സൈക്കോളജിയെ എന്ന് പറഞ്ഞാൽ പഠനവും പഠിപ്പിക്കലും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റുകൾ പഠിക്കുകയും ചെയ്യുന്നു. വിദ്യാർത്ഥികളുടെ ശാരീരികവും മാനസികവുമായ സവിശേഷതകൾ കണക്കിലെടുത്തുകൊണ്ട് അതിനനുയോജ്യമായ രീതിയിൽ പാഠ്യക്രമം തയ്യാറാക്കുന്നതിന് ഈ ശാഖ സഹായിക്കാറുണ്ട്. വിദ്യാർത്ഥികളും അധ്യാപകരും അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും എഡ്യൂക്കേഷണൽ സൈക്കോളജി പഠിക്കുന്നു. ബുദ്ധി, പഠനം, ഓർമ്മ, വ്യക്തിത്വം, ഇന്റലിജൻസ്, ലേണിംഗ്, മെമ്മറി, പേഴ്സണാലിറ്റി തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞന്മാർ പഠിക്കുന്നുണ്ട്. ബുദ്ധിമാന്ദ്യമുള്ളവർ, സർഗശേഷിയുള്ളവർ, വ്യക്തിത്വ തകരാറുള്ളവർ. ബുദ്ധിമാന്ദ്യമുള്ളവർ എന്നുദ്ദേശിച്ചത് മാനസിക വെല്ലുവിളി നേരിടുന്നവരെക്കുറിച്ചും അവരുടെ ഐക്യു തലത്തിലുള്ള കുറവുള്ളവരെക്കുറിച്ചുമാണ് പറഞ്ഞത്. ഈ ശാഖയിൽ ഇതെല്ലാം പ്രതിപാദിക്കുന്നുണ്ട്. എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ അന്ധർ, ബധിരർ, മൂകർ, അംഗവൈകല്യമുള്ളവർ തുടങ്ങിയവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട പദ്ധതികൾ തയ്യാറാക്കുന്നതിനും എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റുകൾ ശ്രമിച്ചു വരുന്നു. ഇവ കൂടാതെ മനഃശാസ്ത്ര ടെസ്റ്റുകളും ഈ മേഖലയിലെ പല ടൈപ്പ് ഓഫ് മനഃശാസ്ത്ര ടെസ്റ്റുകൾ, വിവിധ മനഃശാസ്ത്ര ടെസ്റ്റുകളും എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള മനഃശാസ്ത്രജ്ഞന്മാർ വികസിപ്പിച്ചെടുത്തിരുന്നതാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചു വരുന്നത്. അടുത്തതായി ഫിസിയോളജിക്കൽ സൈക്കോളജി. പെരുമാറ്റത്തിൻ്റെ ജൈവിക അടിസ്ഥാനത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു മേഖലയാണ് ഫിസിയോളജിക്കൽ സൈക്കോളജി. സൈക്കോബയോളജി എന്നുകൂടി ഈ മേഖല അറിയപ്പെടുന്നുണ്ട്. എല്ലാ പെരുമാറ്റങ്ങളുടെയും പിന്നിലുള്ള ജൈവ രാസ പ്രക്രിയകളെക്കുറിച്ചും മസ്തിഷ്കം, ഗ്രന്ഥികൾ തുടങ്ങിയവയുടെ പെരുമാറ്റത്തെക്കുറിച്ചും അത് എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചും ഇവിടെ പഠനവിധേയമാക്കുന്നുണ്ട്. മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ച നേടുന്നതിനും പെരുമാറ്റ വൈകല്യങ്ങൾക്കടിസ്ഥാനമായ വസ്തുതകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും അവയുടെ പരിഹാരമെന്തെന്ന് കണ്ടെത്തുന്നതിനും ഈ മേഖലയിലെ മനഃശാസ്ത്രജ്ഞന്മാർ ശ്രമിച്ചു വരുന്നു. അടുത്തതായി കൺസ്യൂമർ സൈക്കോളജി. ഉപഭോക്താക്കളുടെ പെരുമാറ്റം, താൽപ്പര്യം, വ്യക്തിത്വം തുടങ്ങിയവയെക്കുറിച്ചും പരസ്യങ്ങളുടെ സ്വാധീനം, ഉൽപ്പന്നങ്ങളുടെ വിപണി തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ്
കൺസ്യൂമർ സൈക്കോളജി. ഉപഭോക്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെക്കുറിച്ചും പെരുമാറ്റ രീതികളെക്കുറിച്ചും വാങ്ങൽ എന്ന പ്രക്രിയയുടെ പിന്നിലെ മനോവിജ്ഞാനീയ തലങ്ങളെക്കുറിച്ചും അവൻ്റെ മനോവ്യാപാരങ്ങളെക്കുറിച്ചും ജീവിത രീതികളെക്കുറിച്ചും ഉപഭോക്തൃ മനഃശാസ്ത്രം പഠിക്കുന്നുണ്ട്. അടുത്തതായി പരസ്യത്തിൻ്റെ മനഃശാസ്ത്രം. ഫലപ്രദമായും കാര്യക്ഷമമായും പരസ്യം ചെയ്യേണ്ടതെങ്ങനെയെന്ന് പ്രതിപാദിക്കുന്ന ശാഖയാണ് പരസ്യത്തിൻ്റെ മനഃശാസ്ത്രം. ഇതിന് കൺസ്യൂമർ സൈക്കോളജിയുമായി ബന്ധമുണ്ട്. റേഡിയോ, ടെലിവിഷൻ, സിനിമ, പത്രങ്ങൾ, വാരികകൾ, മാസികകൾ തുടങ്ങിയവയിലുള്ള പരസ്യങ്ങൾക്ക് പുറമെ ഡിസ്പ്ലേ പരസ്യങ്ങളെക്കുറിച്ചും ഈ ശാഖ പഠിക്കുന്നു. ശ്രദ്ധ, പ്രേരണ, വ്യക്തിത്വം തുടങ്ങിയവയെക്കുറിച്ചുള്ള മനഃശാസ്ത്ര തത്വങ്ങൾ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ ചിന്തിക്കുന്നു. അടുത്തതായി ശിശു മനഃശാസ്ത്രം, ചൈൽഡ് സൈക്കോളജി. കുട്ടികളുടെ പെരുമാറ്റം, വളർച്ച, ശാരീരികവും മാനസികവുമായ കഴിവുകളുടെ വികാസം തുടങ്ങിയവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാഖയാണ് ശിശു മനഃശാസ്ത്രം, ചൈൽഡ് സൈക്കോളജി. ഗർഭധാരണം മുതൽ ഏതാണ്ട് 12 വയസ്സുവരെയുള്ള ഘട്ടത്തെക്കുറിച്ചാണ് ചൈൽഡ് സൈക്കോളജിസ്റ്റുകൾ പഠിക്കുന്നത്. വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും കുട്ടികളുടെ വളർച്ചയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും വിവിധ ശിക്ഷണ രീതികളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും വ്യക്തിത്വത്തെ അത് എപ്രകാരം സ്വാധീനിക്കുന്നുവെന്ന് ഈ മേഖല അന്വേഷിക്കുന്നു. അടുത്തതായി ഡെവലപ്മെൻ്റൽ സൈക്കോളജി. ചൈൽഡ് സൈക്കോളജിയിൽ നിന്ന് വിഭിന്നമായി ഗർഭധാരണം മുതൽ ജീവിതാവസാനം വരെ വ്യക്തിയിൽ വരുന്ന ശാരീരികവും മാനസികവും സാമൂഹികവുമായ മാറ്റങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിശാലമായ മേഖലയാണ് ഡെവലപ്മെൻ്റൽ സൈക്കോളജി. ഈ മേഖലയ്ക്ക് സോഷ്യൽ സൈക്കോളജി, പേഴ്സണാലിറ്റി, വ്യക്തിത്വം തുടങ്ങിയ മേഖലകളുമായി അടുത്ത ബന്ധമുണ്ട്. അടുത്തതായി ക്ലിനിക്കൽ സൈക്കോളജി. മാനസിക രോഗങ്ങളുടെ നിർണയം, ഡയഗ്നോസിസ്, അവയുടെ കാരണങ്ങൾ, കോസസ്, അവയുടെ ചികിത്സ, ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏറ്റവും വലിയ മേഖലയാണ് ചികിത്സാ മനഃശാസ്ത്രം, ക്ലിനിക്കൽ സൈക്കോളജി. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ APAയുടെ കണക്ക് പ്രകാരം ഏതാണ്ട് ഒരു 50% അല്ലെങ്കിൽ അതിലധികം മനഃശാസ്ത്രജ്ഞന്മാരും ഈ മേഖലയിൽ പെടുന്നവരാണ്. രോഗങ്ങൾ നിർണയിക്കുന്നതിനും അവയുടെ കാരണങ്ങൾ കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനുമുള്ള വിവിധ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. നിരീക്ഷണം, ഇൻ്റർവ്യൂ, ചോദ്യാവലികൾ, വിവിധതരം ക്ലിനിക്കൽ ടെസ്റ്റുകൾ തുടങ്ങിയവ രോഗനിർണയത്തിന് ഉപയോഗപ്പെടുത്തുന്നു. സൈക്കോ അനാലിസിസ്, ബിഹേവിയർ തെറാപ്പികൾ, ഗസ്റ്റാൾട്ട് തെറാപ്പി, റാഷണൽ ഇമോട്ടീവ് തെറാപ്പി തുടങ്ങിയ ധാരാളം തെറാപ്പികൾ ഈ ചികിത്സയ്ക്കായി ഉപയോഗപ്പെടുത്തി വരുന്നു. ട്രാൻസാക്ഷണൽ അനാലിസിസ്, ലോഗോതെറാപ്പി, റോൾഫിംഗ്, ബയോഫീഡ്ബാക്ക്, യോഗ തെറാപ്പി, മെഡിറ്റേഷൻ തെറാപ്പി ഇങ്ങനെ ഉള്ള വിവിധ മനഃശാസ്ത്ര ചികിത്സാ രീതികളെക്കുറിച്ചും സൈക്കോതെറാപ്പിയെക്കുറിച്ചും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ പ്രതിപാദിക്കുന്നു. അടുത്തതായി സോഷ്യൽ സൈക്കോളജി. സാമൂഹിക പെരുമാറ്റത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാഖയാണ് സോഷ്യൽ സൈക്കോളജി. ഇതിന് ഡെവലപ്മെൻ്റൽ സൈക്കോളജിയുമായി അല്ലെങ്കിൽ വ്യക്തിത്വ മനഃശാസ്ത്രവുമായി, പേഴ്സണാലിറ്റി സൈക്കോളജിയുമായി, ഇവ രണ്ടുമായി നല്ല ബന്ധമുണ്ട്. സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട മാനസിക വ്യാപാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നു. കുടുംബം, സമൂഹം തുടങ്ങിയ വിവിധ ഗ്രൂപ്പുകളിലെ അംഗങ്ങളാണ് നാമെല്ലാം.
ഗ്രൂപ്പിലെ വ്യക്തികൾക്കിടയിലുള്ള പെരുമാറ്റത്തെക്കുറിച്ചും ഗ്രൂപ്പുകൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചും ഈ ശാഖ പഠിക്കുന്നു. ഗ്രൂപ്പുകളുടെ മനഃശാസ്ത്രം, പരസ്പര ആകർഷണം, മനോഭാവം ആറ്റിറ്റ്യൂഡ്, നേതൃത്വം ലീഡർഷിപ്പ്, സംഘടനാ പ്രവർത്തനം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് സോഷ്യൽ സൈക്കോളജിയിൽ അന്വേഷിക്കുന്നു. അടുത്തതായി പൊളിറ്റിക്കൽ സൈക്കോളജി. മനഃശാസ്ത്രം രാഷ്ട്രീയ രംഗത്ത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് പൊളിറ്റിക്കൽ സൈക്കോളജി അന്വേഷിക്കുന്നത്. സംഘടനകളെക്കുറിച്ചും നേതൃത്വം ലീഡർഷിപ്പ്, ഗ്രൂപ്പുകൾ, അഭിപ്രായ രൂപീകരണം, ഇലക്ഷൻ, വോട്ട് ചെയ്യൽ, സംസൂചനം, പ്രചാരണം, പരസ്യം തുടങ്ങിയവയെക്കുറിച്ച് ഇതിൻ്റെ മനഃശാസ്ത്ര വശങ്ങളെക്കുറിച്ച് ഈ ശാഖയിൽ പ്രതിപാദിക്കുന്നു. അടുത്തതായി എക്സ്പെരിമെൻ്റൽ സൈക്കോളജി, പരീക്ഷണ മനഃശാസ്ത്രം. മനഃശാസ്ത്രത്തിലെ ആദ്യ ശാഖയാണ് പരീക്ഷണ മനഃശാസ്ത്രം. മനഃശാസ്ത്ര പരീക്ഷണശാലയിൽ നിയന്ത്രിതമായ ചുറ്റുപാടിൽ നടത്തപ്പെടുന്ന പഠനങ്ങൾ ഈ ശാഖയുടെ സവിശേഷതയാണ്. പഠനം, ഓർമ്മ, പ്രത്യക്ഷണം പെർസെപ്ഷൻ, പ്രേരണ മോട്ടിവേഷൻ തുടങ്ങിയ അടിസ്ഥാന മാനസിക പ്രക്രിയകളെക്കുറിച്ച് ഈ ശാഖയിൽ അന്വേഷിക്കാറുണ്ട്. പക്ഷികളിലും മൃഗങ്ങളിലും വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഈ രംഗത്തെ മനഃശാസ്ത്രജ്ഞന്മാർ നടത്തുന്നു. ഇത്തരം പരീക്ഷണങ്ങളിലൂടെ വിവിധ മേഖലകളിൽ പ്രായോഗികമാക്കാവുന്ന തത്വങ്ങളും സിദ്ധാന്തങ്ങളും രൂപപ്പെടുത്തുന്നു. പാരാസൈക്കോളജി. ഇന്ദ്രിയാതീതവും അറിയപ്പെടുന്ന ശാസ്ത്ര നിയമങ്ങൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്തതുമായ പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് പാരാസൈക്കോളജി. പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായം കൂടാതെ അറിവ് സമ്പാദിക്കാനാവുമെന്ന് പല പഠനങ്ങളും കണ്ടിട്ടുണ്ട്. ഇതിനെ അതീന്ദ്രിയജ്ഞാനം ESP എന്ന് പറയുന്നു. വിചാരവിനിമയം ടെലിപ്പതി, അഘോരജ്ഞാനം ക്ലെയർവോയൻസ്, ഭാവികാലജ്ഞാനം പ്രീകോഗ്നിഷൻ തുടങ്ങിയവ ESPയിൽ പെടുന്നു. ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ സാധാരണയായി നമ്മുടെ മസിലുകളുടെ പ്രവർത്തനം ആവശ്യമാണ്. എന്നാൽ മസിലുകളുടെ സഹായമില്ലാതെ മാനസിക വ്യാപാരം കൊണ്ട് വസ്തുക്കളെ ചലിപ്പിക്കുന്നതിനും അവയുടെ അവസ്ഥയിൽ മാറ്റം വരുത്തുന്നതിനും കഴിയുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഇതിനെ സൈക്കോകൈനസിസ് അഥവാ PK എന്ന് പറയുന്നു. കുട്ടിച്ചാത്തൻ, മന്ത്രവാദം, കരിങ്കണ്ണ്, കരിനാക്ക് തുടങ്ങിയ സൈക്കോകൈനസിസുമായി ബന്ധമുള്ള പ്രതിഭാസങ്ങൾ ഒട്ടനവധിയാണ്. മഷിനോട്ടം, പ്രേതബാധ, മാധ്യമങ്ങൾ, പുനർജന്മം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചും പാരാസൈക്കോളജി പഠിക്കുന്നു. അടുത്തതായി കുറ്റകൃത്യങ്ങളുടെ മനഃശാസ്ത്രം. കുറ്റവാളികളുടെ പെരുമാറ്റം, അവരുടെ വ്യക്തിത്വം, കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ, കുറ്റവാളികളെ കണ്ടെത്തുന്നതിനും കുറ്റം തെളിയിക്കുന്നതിനുമുള്ള മാർഗങ്ങൾ, പോലീസിൻ്റെ പരിശീലനം തുടങ്ങിയ വിഷയങ്ങൾ കുറ്റകൃത്യങ്ങളുടെ മനഃശാസ്ത്രം സൈക്കോളജി ഓഫ് ക്രൈം എന്ന ശാഖയിൽ പ്രതിപാദിക്കുന്നു. അടുത്തതായി സ്പോർട്സ് സൈക്കോളജി. കായിക താരങ്ങളുടെ പെരുമാറ്റത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാഖയാണ് സ്പോർട്സ് സൈക്കോളജി. അവരുടെ കായികശേഷി വികസിപ്പിക്കുന്നതിനും ശാരീരികവും മാനസികവുമായ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും സ്പോർട്സ് സൈക്കോളജിസ്റ്റുകൾ ശ്രദ്ധിക്കുന്നു. കായിക താരങ്ങൾക്ക് പ്രത്യേക പരിശീലന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും ഉയർന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ അവരെ സജ്ജരാക്കുന്നതിനും സ്പോർട്സ് സൈക്കോളജി ശ്രമിക്കുന്നു. അടുത്തതായി പരിസ്ഥിതി മനഃശാസ്ത്രം. വിവിധ സാഹചര്യങ്ങൾ മനുഷ്യൻ്റെ വിവിധ പെരുമാറ്റത്തെ എപ്രകാരം സ്വാധീനിക്കുന്നു എന്ന് പഠിക്കുന്ന ശാഖയാണ് പരിസ്ഥിതി മനഃശാസ്ത്രം എൻവയോൺമെൻ്റൽ സൈക്കോളജി എന്നും പറയും. ഭൂപ്രകൃതി, കാലാവസ്ഥ, കെട്ടിടങ്ങൾ, റോഡുകൾ, ജനസംഖ്യ തുടങ്ങിയവ, പെരുമാറ്റം, മാനസികാവസ്ഥ, ആരോഗ്യം എന്നിവയിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ പഠനശാഖയിൽ പ്രതിപാദിക്കുന്നത്.